എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2021 LD ക്ലർക്കിന്റെ എക്സാം, SSLC മെയിൻ LD ക്ലർക്കിന്റെ എക്സാമിന്റെ മെയിൻ പേപ്പറാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം. ആൻസർ എന്താണ് വരിക? മലനാട്. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം? പൂക്കോട്ടൂർ യുദ്ധം, കുളച്ചൽ യുദ്ധം, കുറിച്യർ യുദ്ധം, ചാന്നാർ ലഹള. ആൻസർ ഡി ആണ്, പൂക്കോട്ടൂർ യുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ? ആൻസർ സി, നർമ്മദ, തപ്തി. ഇന്ത്യയിലെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം? ആൻസർ ഡി, ദക്ഷിണ ഗംഗോത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ആൻസർ എ, നാഥുല ചുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര? ആൻസർ ബി, 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി. അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 165ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ നേടാൻ സാധിക്കും. ഇംഗ്ലീഷ് മലയാളം എന്നുള്ളത് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. മാത്സ് നോക്കേണ്ടത് ഹരിശ്രീ PSC ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള ചാനലിലാണ്. അത് നോക്കി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ആൻസർ ബി, മറാത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിന്റെ പേരെന്ത്? അത് അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചതാണ്. മിനർവാരിയ പെൻറ്റാലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ആൻസർ സി, ഗുരുഗ്രാം. സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏത്? ആൻസർ ബി, വികിരണം. നിസ്സഹരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ സി, കൃഷിയിടങ്ങൾ തരിശിടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര്? ആൻസർ എ, സ്ഥിര വിനിമയ നിരക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ആൻസർ ബി, 2ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ്? ആൻസർ എ, ഒഡീഷ. WTO ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം? ആൻസർ സി, 1995. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്? ആൻസർ ഡി, സ്വർണ ജയന്തി ഗ്രാം സ്വരോസ് ഗോർ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരെ? ഇപ്പോഴത്തെ ഇതിലില്ല. സുമൻ കുമാർ ബെറിയാണ്. സുമൻ ബെറി എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2019-2020 വർഷങ്ങളിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ് കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു? ആൻസർ ഡി, 18%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ എ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്.
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ശരിയായ പ്രസ്താവനകളാണ് ആവശ്യമുള്ളത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ബി, ആലപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ആൻസർ സി ആണ് 3, 4. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആര്? പ്രൊഫസർ ആർ ബിന്ദു ആണ് നിലവിലെ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ എത്ര? ആൻസർ ഡി, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ആൻസർ ബി, 157. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 327 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. 1989-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആയി കുറച്ചു. ജാതിമത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ആൻസർ എന്താണ് വരിക? 1, 3, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. ഡി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെ? അന്നത്തെ കാലത്ത് അരുൺകുമാർ മിശ്രയായിരുന്നു. പക്ഷേ ഇപ്പോ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. 1990-ൽ ആണ് നിലവിൽ വന്നത്. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 107-ാം ഭരണഘടനാ അനുച്ഛേദത്തെ കൂറുമാറ്റ നിരോധനത്തിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആൻസർ എന്താണ് വരിക? എ ആണ് അല്ലെ. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. തെറ്റായ ജോഡികൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. അതായത് സി എന്നുള്ള ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സാമൂഹ്യ നീതി വകുപ്പ് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ?
മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കുവാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനം, വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കുന്ന കേന്ദ്രം, വൃദ്ധരും അംഗപരിമിതരുമായ നിരാലംബരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം, വികലാംഗരെ സംരക്ഷിക്കുന്ന കേന്ദ്രം. ആൻസർ എന്താണ് വരിക? 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആൻസർ ബി, 5 മുതൽ 11 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത്? ആൻസർ ഡി ആണ്, ആരോഗ്യ വകുപ്പ് മന്ത്രി അതിൽ അംഗമല്ല. 3 മാത്രം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥരം ഏത്? ആൻസർ ഡി, ടോണോപ്ലാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ആൻസർ ഡി ആണ്, 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ആൻസർ ഡി, 1056. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KASP വിപുലീകരിക്കുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാപ്പ് സ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയുവാനുള്ള പരിശോധനയാണ്? ആൻസർ സി, ഗർഭാശയ മുഖ അർബുദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ, ബ്ലൈൻഡ്നസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ജീവി? ആൻസർ സി, പ്രോട്ടോസോവ. ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ എ, ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. കുറഞ്ഞു വരികയാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വജ്രത്തെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. വജ്രം വൈദ്യുത ചാലകമാണ്. വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. വജ്രത്തിന് താഴ്ന്ന അപവർത്തനാങ്കമാണ് ഉള്ളത്. ആൻസർ ബി ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു. ആൻസർ സി ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2 വനിതാ ശാസ്ത്രജ്ഞരായ ഇമ്മാനുവൽ കാർപ്പൻറ്റയർ, ജെന്നിഫർ എ ദൗഡ്ന എന്നിവർക്കാണ് ലഭിച്ചത്. ഇവർക്ക് ഈ പുരസ്കാരം ലഭിക്കുവാൻ സഹായിച്ച കണ്ടെത്തൽ അല്ലെങ്കിൽ നേട്ടം എന്താണ്? അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചതാണ്, എങ്കിലും നമുക്കൊന്ന് ഓർത്തു വയ്ക്കാം. CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വജ്രത്തിന്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി. AM3 എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഗ്ലാസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? ആൻസർ ഡി, ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെ ആണ് മനുഷ്യ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കുവാൻ കഴിയുക? നായ, പ്രാവ്, ആന, വവ്വാൽ.
ആൻസർ ബി ആണ്. പ്രാവ്, ആന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായവ ഏവ? ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപനില. ഒരു വസ്തുവിന്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. താപനിലയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. താപനിലകളിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. ആൻസർ ഡി ആണ്. 2ഉം 4ഉം ആണ് ശരിയായവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു റിയർ വ്യൂ മിററിന്റെ വക്രത ആരം 12 മീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം? ആൻസർ എന്താ വരിക? പകുതിയായിരിക്കും അല്ലെ? 6 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-51 വിക്ഷേപിച്ച അമസോണിയ 1 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ്? ആൻസർ സി, ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് 3 പേരാണ് അർഹരായത്. ഇവരിലുള്ള റോജർ പെൻറോസിന്റെ ഏത് കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തെ ഇതിന് അർഹരാക്കിയത്? ആൻസർ എ ആണ്. ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് തെളിയിച്ചതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആര്? ആൻസർ ഡി, കലാമണ്ഡലം ദേവകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ആഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ ഡി, 105. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ആൻസർ ബി ആണ്. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് രാമകാന്ത് അച്രേക്കർക്കാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ആൻസർ സി, ആർ ഈശ്വരപ്പിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തത്? ആൻസർ എ, അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 2008 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2021 ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെന്ററി ഏത്? ആൻസർ ഡി, മൈ ഒക്ടോപ്പസ് ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ആൻസർ സി, പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് അമേരിക്കയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെബ് പേജുകളിൽ കീവേഡുകളെ കണ്ടുപിടിക്കുവാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം? ആൻസർ ബി, സ്പൈഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ? ആൻസർ സി, 66E. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏത്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ? ആൻസർ ഡി, ഇങ്ക്ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ? ആൻസർ എ, ഡോക്ടർ സജി ഗോപിനാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭാഗങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടൽ? ആൻസർ സി, സമഗ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരിയുത്തരം? ആൻസർ ബി, അഴിമതി ആരോപണങ്ങളും
മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ആൻസർ ഡി, ഉപഭോക്താവ്, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ. മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1989 പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഡി ആണ്. കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം പ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ആൻസർ സി, സംരക്ഷണ ഉദ്യോഗസ്ഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ആൻസർ എ, 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തത് ആരാണ്? ആൻസർ സി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.